ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരവും പുളിയും കോമ്പിനേഷൻ ആയിട്ടുള്ള സദ്യയിലെ പഴം പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് അധികം പഴുക്കാത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. സ്കിന്നൊക്കെ പീൽ ചെയ്ത് ഇതുപോലെ നാലാക്കി ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് ഉണ്ടാക്കുന്ന കറികൾ മൺകലത്തിൽ വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സോ ഞാനിവിടെ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്ത നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഈ ടൈമിൽ അരപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകം, 10 കുരുമുളക് ആഡ് ചെയ്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ. ആ വാട്ടറി ടെക്സ്ചർ മാറി ഒന്ന് കുറുകി വരണം. കണ്ടോ, ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് ആഡ് ചെയ്യുമ്പം ഓവർ പുളിയില്ലാത്ത എന്നാലും ഇച്ചിരി പുളിച്ച തൈരാണേ നല്ലത്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സീസൺ ചെയ്യാനായിട്ട് ഒരു കടായിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1 സ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം 1/4 സ്പൂൺ ഉലുവ ആഡ് ചെയ്യുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ആൻഡ് ഫൈനലി ഇച്ചിരി കറിവേപ്പില. കറിവേപ്പില ഇല്ലാതെ എന്ത് കറി അല്ലേ? ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പഴം പുളിശ്ശേരി റെഡിയാണ്. പക്ഷേ ആ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അടുത്ത ദിവസം സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.